യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കുറേയേറെ ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങളിൽ ഒരു വാചകം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പകർത്തുന്ന നല്ലതാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന നല്ലതാണ്. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുക. നമുക്ക് കിട്ടിയതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. 3 കാര്യങ്ങളാണ് അതിലൂടെ നമുക്കുണ്ടാകുക. ഈ ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ അഹങ്കരിക്കില്ല. നമ്മൾ ഒരു കാര്യത്തിലും അഹങ്കരിക്കാൻ തോന്നില്ല. കാരണം എല്ലാം നമുക്കുള്ളതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനമാണെന്ന ചിന്ത നമുക്ക് വരുമ്പോൾ പിന്നെ എങ്ങനെ അഹങ്കരിക്കുക? നമ്മൾ എന്തെങ്കിലും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതെൻ്റെതാണെന്ന് അല്ലെങ്കിൽ എൻ്റെ കഴിവാണെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക, ദൈവം തരാതെ എനിക്ക് ഉണ്ടാകില്ലല്ലോ. രണ്ടാമതായിട്ട് കൊടുക്കാൻ തോന്നും. ഒരു മടുപ്പുണ്ടാകില്ല, അല്ലെങ്കിൽ എനിക്കൊരു പിടിച്ചു വെക്കാൻ തോന്നില്ല. ദൈവം തന്നതാണ്, എനിക്കും ദാനമായി കിട്ടി, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ മനസ്സുള്ളവരായിട്ട് മാറണം. എന്തുമാകട്ടെ, എൻ്റെ സമയമാകാം, കഴിവാകാം, അല്ലെങ്കിൽ പണമാകാം, നമുക്കത് കൊടുക്കും തോറും ഇരട്ടിയായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. മൂന്നാമതായിട്ട് ഇത് കൂടെയുണ്ടെങ്കിൽ, ഈ ചിന്ത കൂടെയുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ്. യേശുവിനറിയാം ഈ ചിന്ത നഷ്ടപ്പെടുമ്പോഴാണ് നീ ഒരു അഹങ്കാരിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥനായിട്ട് വചനം പ്രഘോഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും നിന്നെ സ്വീകരിക്കില്ല, ആരും നിന്നെ ഇഷ്ടപ്പെടില്ല. ഏത് കുടുംബത്തിൽ ചെന്നാലും നിന്റെ ഈ സ്വഭാവം കാണുമ്പോൾ പതുക്കെ നിന്നെ മാറ്റി നിർത്തും. നിനക്കൊരു ചിന്തയുണ്ടാകണം, നിനക്ക് ദാനമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ദാനം കിട്ടിയത് ദാനം ചെയ്യുമ്പോൾ അങ്ങനൊരു ചിന്തയുള്ള വ്യക്തിയെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ വ്യക്തിയെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സുണ്ടാകും. അവരെല്ലാവരും അംഗീകരിക്കും. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നുണ്ടോ, ധ്യാനിക്കുന്നുണ്ടോ? നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.